പെഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ തിരിച്ചടി തുടരുന്നു. ഉറി അണക്കെട്ട് മുന്നറിയിപ്പില്ലാതെ തുറന്നുവിട്ടതോടെ ഝലം നദിയിൽ വെള്ളം കയറി. പാക് അധീന കശ്മീരിൽ പലയിടത്തും വെള്ളപ്പൊക്കമാണ്. നിയന്ത്രണരേഖ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ പലയിടത്തും വെടിവെപ്പ് തുടരുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ കടുത്ത നടപടികൾ സ്വീകരിച്ചതിന് പിന്നാലെ തുടർച്ചയായ മൂന്നാം ദിവസവും പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. ടുട്മാറി ഗലി, റാംപൂർ, ലീപ്പാവാലി സെക്ടറുകളിൽ പാകിസ്ഥാൻ വെടിവെപ്പ് നടത്തുകയാണ്. ശക്തമായി തിരിച്ചടിച്ച ഇന്ത്യൻ സൈന്യം രംഗത്തുണ്ട്. പഹൽഗാം ആക്രമണത്തിന് സഹായം നൽകിയെന്ന് സംശയിക്കുന്ന നാട്ടുകാർക്കും പ്രാദേശിക ഭീകരർക്കുമായി ജമ്മു കാശ്മീരിന്റെ വിവിധ മേഖലകളിൽ തിരച്ചിൽ തുടരുകയാണ്. പലയിടത്തു നിന്നും ആയുധശേഖരം കണ്ടെടുത്തു. കുപ്വാരയിൽ ലഷ്കർ കമാൻഡറുടെ വീട് സൈന്യം തകർത്തു. ഭീകരൻ ഫാറൂഖ് അഹമ്മദ് തദ്വയുടെ വീടാണ് സ്ഫോടനത്തിൽ തകർത്തത്. പാകിസ്ഥാൻ സൈന്യവുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഭീകരനാണ് ഇയാൾ. പാകിസ്ഥാൻ പ്രകോപനം തുടർന്നാൽ വെടിനിർത്തൽ കരാറിൽ നിന്ന് പിൻവാങ്ങുന്നതടക്കമുള്ള കടുത്ത നടപടികളിലേക്ക് ഇന്ത്യ കടന്നേക്കും. ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറാണെന്ന് സൈന്യം അറിയിച്ചിട്ടുണ്ട്. അബദ്ധത്തിൽ അതിർത്തി കടന്നതിന് പാക് സൈന്യത്തിന്റെ പിടിയിലായ സൈനികന്റെ മോചനത്തിനായി ഇന്ത്യ ശ്രമം തുടരുന്നുണ്ട്. എന്നാൽ 3 തവണ ഫ്ലാഗ് മീറ്റിംഗിന് ശ്രമിച്ചിട്ടും കടുംപിടുത്തം തുടരുകയാണ് പാകിസ്ഥാൻ. അതിനിടെ ഉറി അണക്കെട്ട് മുന്നറിയിപ്പില്ലാതെ തുറന്നുവിട്ടതിനെ തുടർന്ന് ഝലം നദിയിൽ വെള്ളം കയറി. പാക് അധീന കശ്മീരിൽ പലയിടത്തും വെള്ളപ്പൊക്കമാണ്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിന് ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ നടപടിയാണ് ഇത്. പാക് പൗരന്മാർക്ക് ഇന്ത്യ വിടാനുള്ള കാലാവധി ഇന്ന് അവസാനിക്കും. മെഡിക്കൽ വിസ ഒഴികെയുള്ളവ അസാധുവാകും. ദീർഘകാല വിസയുള്ള ഹിന്ദുക്കൾക്ക് ഇന്ത്യയിൽ തുടരാം. വാഗ അതിർത്തിയിൽ വൻ തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.